ഹായ് ഗായ്സ്, എല്ലാവർക്കും മെയിൻ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം നന്ദന. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വ്ളോഗ് ആയിട്ടാണ്. നാളെ മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. മലയാളം ഫസ്റ്റും സെക്കൻഡും ആണ് ഫസ്റ്റത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ടൊന്നുമില്ല. തലേ ദിവസം വൈകുന്നേരം ഈവനിങ് തൊട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 6 മണി തൊട്ടാണ് ഞാൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മലയാളം ഫസ്റ്റ് പഠിച്ചു തീർക്കണം. ഫസ്റ്റത്തെ എക്സാം അതാണല്ലോ. അത് കഴിഞ്ഞിട്ട് മലയാളം സെക്കൻഡ്. മൊത്തം ടെക്സ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് ഇന്നത്തെ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ടിപ്പും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ തന്നെയാണ് ഞാൻ SLC പബ്ലിക്കിനും ചെയ്യാൻ പോകുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, മലയാളം ആയതുകൊണ്ട് തന്നെ. പക്ഷെ നമ്മൾ കാര്യമായിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് കോൺസെൻട്രേറ്റിംഗ് വേണം. അതായത് ഞാൻ ചെയ്യുന്നത് എന്താ വെച്ചെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റിൽ ഈ ഓരോ കഥകളും എഴുതിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അവരെ കുറിച്ചിട്ട് നമ്മൾ ബയോഡാറ്റ തന്നിട്ടുണ്ടാവില്ല. അതിലുള്ള അവരെക്കുറിച്ച് മെയിനായിട്ട് പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതൊന്ന് പഠിക്കണം. എന്നിട്ട് അത് പഠിച്ചിട്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ അയാളെക്കുറിച്ചിട്ടുള്ള മെയിൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് പഠിച്ചതിൻ്റെ ഒരു ഇതാണ് ഫസ്റ്റ് ഞാൻ പഠിച്ചു പോയത്. പിന്നെ അതിനുശേഷം കുറച്ച് നേരം ഉള്ളല്ലോ, രാത്രിയുണ്ട്. പിന്നെ ഞാൻ എന്തായാലും പുലർച്ചയ്ക്ക് എണീക്കും. അപ്പോൾ ലേബറിൻ്റെ മൊത്തം വായിച്ച് തീർക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ലേബറിൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുമല്ലോ. ക്വസ്റ്റ്യൻസ് ഇന്ന് വായിക്കുന്നില്ല. ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻസ് ഒന്നും വായിച്ചില്ല. മൊത്തം ടെക്സ്റ്റിലെ കഥകൾ മൊത്തം വായിച്ചിരിക്കലായിരുന്നു. കാരണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കണം എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. ടെക്സ്റ്റിലാണ് ഏറ്റവും കൂടുതൽ. കഥ വായിച്ചിട്ട് നമ്മുടെ മനസ്സിലായതാണല്ലോ കൂടുതൽ എഴുതേണ്ടത്. അപ്പോൾ കഥയിൽ വായിക്കണമെങ്കിൽ എനിക്ക് തോന്നുന്നു ലേബറിൻ്റെ ക്വസ്റ്റ്യൻസ് വായിക്കണേക്കാളും കുറച്ചുകൂടി കൂടുതൽ കഥ ഇങ്ങനെ കുറേ വട്ടം വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. കുറേ വട്ടം എന്നല്ല, ഒരു വട്ടം ഓരോ കഥകൾ അങ്ങനെ ടെക്സ്റ്റ് ബുക്ക് തീർക്കുകയാണ്. അങ്ങനെ മലയാളം ഫസ്റ്റും സെക്കൻഡും ഈ രാത്രി ഇരുന്നിട്ട് മൊത്തം ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തീർത്തു. ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പാണ് പറയുന്നത്. തീർത്തു. ഇനി പുലർച്ചെ 5:30 എണീറ്റിട്ട് ലേബറിൻ്റെയിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ഉണ്ടാവുള്ളൂ എല്ലാത്തിൻ്റെയും. അത് മാത്രം ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മൊത്തം സെറ്റായി. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് എഴുതിയ ആൾക്കാരുടെ ബയോഡാറ്റ തന്നിട്ടുണ്ടാവുമല്ലോ ടെക്സ്റ്റിൽ. അതിൽ ഫസ്റ്റ് ആ ഒരു ഇൻട്രൊഡക്ഷൻ പറയാനായിട്ട് അവരെക്കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. അതാണ് മെയിനായിട്ട്. ഫസ്റ്റ് നമ്മൾ ഈ കഥകൾ വായിക്കാൻ എടുക്കുന്നതിന് മുമ്പ് ഓരോന്നും എഴുതിയത്, അതിൻ്റെ കൃതിയും പിന്നെ അത് എഴുതിയിട്ടുള്ള ആൾക്കാരുടെ പേരും ഫസ്റ്റ് ഞാൻ പഠിച്ചു. അതിനുശേഷമാണ് ഞാൻ ഈ കഥകൾ വായിക്കാനായിട്ട് തുടങ്ങിയത്. നല്ല രസമുണ്ടായിരുന്നു വായിക്കാനായിട്ട്. മൊത്തം മലയാളം ആയതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാനായിട്ട്, ബാക്കിയുള്ള സബ്ജക്റ്റിലല്ലോ. അപ്പം അങ്ങനെ ഇന്നും നാളെയൊക്കെ ആയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മലയാളം വലിയ രീതിക്ക് മലമറിക്കാം. അതായത് ടെക്സ്റ്റ് മൊത്തം വായിച്ചു, ലേബറിൻ്റെയിൽ മൊത്തം ക്വസ്റ്റ്യനും വായിച്ചു. പിന്നെ അവസാനം SSLC സ്പെഷ്യൽ ലേബറിൻ്റെ ഉണ്ടല്ലോ, അതിലത്തെ ലാസ്റ്റ് ഒന്നൊക്കെ വായിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി ഇപ്പോൾ ഇരുന്നിട്ട് ടെക്സ്റ്റ് മൊത്തം ഇരുന്ന് വായിക്കുകയാണ്. ഏകദേശം ഒരു 11:30 ആവും തോന്നുന്നു. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് മലയാളം ഫസ്റ്റ് തീർന്നു. ഈ സെക്കൻഡും കൂടി വായിച്ച് തീരുമ്പോൾ ഒരു 11:30 ആവും. അപ്പോൾ അത് വായിച്ച് തീർന്നു കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ ഇരുന്നിട്ട് ലേബറിൻ്റെയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ മൊത്തം സെറ്റായി. അങ്ങനെയാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ മലയാളം പഠിക്കാനുള്ള ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നന്നായി ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ടൊരു ഇത് കിട്ടും. പിന്നെ ലേബറിൻ്റെയിലെ ക്വസ്റ്റ്യൻസൊക്കെ വായിക്കുക. പിന്നെ എഴുതിയ ആൾക്കാരെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. കുറച്ച് ചെറിയ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുമല്ലോ, ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ ലേബറിൻ്റെയിലും ഇൻട്രൊഡക്ഷനിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് പഠിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സ്റ്റഡീസ് കാര്യങ്ങൾ. അപ്പോൾ നാളെ തൊട്ട് മോഡൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്താ പറയുക, ഞാൻ ഈ വൈകുന്നേരം 6 മണി തൊട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ എന്തായാലും നല്ല രസമായേനെ. ഞാൻ മലമറിക്കേണ്ടി വന്നേനെ, പണിപ്പെട്ടേനെ. ഭാഗ്യത്തിന് ഞാൻ കറക്റ്റായിട്ട് 6 മണി തൊട്ട് മലയാളം വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ കറക്റ്റ് ടൈമിൽ അതെല്ലാം കറക്റ്റായിട്ട് തീർന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ഇനിയുള്ള എക്സാമിനേഷൻ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ, ഗുഡ് നൈറ്റ്.